ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ജീവിത പ്രതിസന്ധികൾ വരിഞ്ഞു മുറുക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ സഹായകമായ 3 സങ്കീർത്തന വചനങ്ങൾ 33 പ്രാവശ്യം വെച്ച് 33 ദിവസം. നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ കാലഘട്ടമാണ്. 33 വയസ്സ് വരെയാണ് ജീവിച്ചത്. അപ്പോൾ 33 പ്രാവശ്യം ആ ഒരു നിയോഗം, നമ്മുടെ ഏത് നിയോഗമാണോ അത് വെച്ച് ഈ 3 വചനം. സങ്കീർത്തനം 27:1 കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. വിശ്വാസത്തോടെ വേണം കേട്ടോ ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ. രണ്ടാമത്തെ കാര്യം സങ്കീർത്തനം 27:3 ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. അതുകൊണ്ട് അകത്തു നിന്നുള്ളതോ പുറത്തു നിന്നുള്ളതോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വെല്ലുവിളികളോ കടബാധയോ രോഗമോ വ്യക്തികളിൽ നിന്നുള്ള എതിർപ്പുകളോ ശത്രുപീഠകളോ ഏതുമാട്ടെ സങ്കീർത്തനം 27:3 പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 32:10 കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നു. അപ്പോൾ ദൈവം ഇങ്ങനെ നമ്മൾ പൊതിഞ്ഞു പിടിക്കും. അമ്മ തൻ്റെ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിക്കുന്നത് ഞാനിങ്ങനെ പറയാറുണ്ട്. പട്ടി കുരച്ച് ചാടി വരുമ്പോൾ അമ്മ ഓടിച്ചോളും, അപ്പൻ ഓടിച്ചോളും, അല്ലെങ്കിൽ രക്ഷകർത്താവ് ഓടിച്ചോളും. കുഞ്ഞ് കിടന്ന് പിടക്കാതെ അവിടെ ഇരുന്നാൽ മതി. കുഞ്ഞു പട്ടീനെ ഓടിച്ചാൽ പട്ടി പോകാനായിട്ട് പോകുന്നില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികൾ പ്രതിസന്ധികളിൽ ദൈവം നമ്മളെ വലയം ചെയ്യും, പൊതിഞ്ഞു പിടിക്കും, മാലാഖമാരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറക്കും. പ്രതികൂലങ്ങൾ അനുകൂലമായി മാറും, സാക്ഷ്യപ്പെടുത്താനിടയാകും. നിങ്ങളുടെ കമൻസ്, ഷെയർ, സബ്സ്ക്രൈബ് സുവിശേഷ വേലകളിൽ വലിയ സപ്പോർട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പങ്കുകാരാകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ